നായികമാർ ഒരു വിപണന ചരക്കായി മാറുന്നുവോ? ഈ ചോദ്യം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും പൊതു ചർച്ചകളിലും ഒരുപോലെ ഉയർന്നു കേൾക്കുന്നു. പല മുൻനിര നടിമാരും സിനിമാ വേദികളിൽ നിന്ന് ഉദ്ഘാടന വേദികളിലേക്ക് കൂടുമാറുന്നു. അവിടെ അവരുടെ താരമൂല്യം, സൗന്ദര്യം, പൊതുജനശ്രദ്ധ എന്നിവയെല്ലാം ഒരു വിപണന ഉപകരണമായി മാറുന്നു. പ്രിയങ്കരിയായ നടിമാർ പെട്ടെന്ന് തന്നെ ഉദ്ഘാടന ചരക്കുകൾ എന്ന വിളിപ്പേരിനെ അടിമപ്പെടുന്നു. നമുക്ക് ഈ വിഷയത്തെ ഉപരിപ്ലവമായി കണ്ട് വിമർശനം എന്ന ലേബലിൽ ഒതുക്കി നിർത്താനാവില്ല. ഇതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. അതിജീവനത്തിന്റെ ശക്തമായ ഒരു കഥയുണ്ട്. അതിലുപരി പൊതുസമൂഹം സൗകര്യപൂർവ്വം മറന്നുകളയുന്ന ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട്. ചരിത്രപരമായി സ്ത്രീ സൗന്ദര്യം എന്നും ഒരു കാഴ്ചവസ്തുവായി അല്ലെങ്കിൽ ഒരു ഉപഭോഗ വസ്തുവായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ കാഴ്ചപ്പാട് സിനിമ എന്ന മാധ്യമത്തിലും ശക്തമായി വേരൂന്നിയിട്ടുണ്ട്. എന്നാൽ സിനിമയും സെലിബ്രിറ്റി ജീവിതവും ആവശ്യപ്പെടുന്ന വലിയ സാമ്പത്തിക ബാധ്യതകൾക്കിടയിൽ ഈ നടിമാർ എങ്ങനെ അതിജീവിക്കുന്നു? അവരുടെ മുമ്പിലുള്ള വഴികൾ എന്തൊക്കെയാണ്? ഒരു വശത്ത് താരപ്പകിട്ട്, മറുവശത്ത് അതിജീവനത്തിനായുള്ള നെട്ടോട്ടം. നമുക്ക് ഈ വിഷയത്തെ വിമർശനാത്മകമായും പോസിറ്റീവായും സമീപിക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സിനിമാ നടന്റെയോ നടിയുടെയോ ജീവിതം സാധാരണക്കാരെ പോലെ അല്ല എന്നുള്ളതാണ്. ഇതൊരു സെലിബ്രിറ്റി ലൈഫാണ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വസ്ത്രങ്ങൾ, ആഡംബര വാഹനങ്ങൾ, ഉയർന്ന ജീവിത നിലവാരം, ഇതെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ നിലനിർത്തുവാൻ നിർബന്ധിതരാകുന്നു. കാരണം അവരുടെ താരമൂല്യം നിലനിർത്തുന്നത് ഈ ദൃശ്യപരമായ അവതരണമാണ്. എന്നാൽ സിനിമയിൽ എല്ലാ കാലത്തും അവസരങ്ങൾ ലഭിക്കണമെന്നില്ല. ഒരു നടനെ അപേക്ഷിച്ച് നടിമാർക്ക് അവസരങ്ങൾ പെട്ടെന്ന് കുറയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഥാപാത്രങ്ങളുടെ ലഭ്യത, പ്രായം, വിവാഹം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഇതിനെ കാരണമാകുന്നു. വരുമാനം നിലയ്ക്കുമ്പോൾ ഉയർന്ന ജീവിത ചെലവ് ഒരു വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്നു. അഭിനയമല്ലാതെ ഒരു സിനിമാ നടിക്ക് മുന്നിൽ എത്ര വഴികളുണ്ട്. ക്യാമറയുടെ മുമ്പിലോ മറ്റൊരാളുടെ കൂടെ കിടന്നോ അഭിനയിക്കുക എന്ന ആ സങ്കീർണമായ, എപ്പോഴും ചൂഷണപരമായ അവസ്ഥ, ഇതിനെ തയ്യാറാകാത്ത, സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മുന്നിലുള്ള അടുത്ത വഴി എന്താണ്? ഉദ്ഘാടന വേദികൾ തന്നെയാണ്. ഇവിടെയാണ് ഉദ്ഘാടന വേദികൾ ഒരു സുരക്ഷിത ബദലായി സിനിമാ നടികൾക്ക് മാറുന്നത്. ഇവിടെ അവർ സ്വന്തം ശരീരം ഒരു വിപണന വസ്തുവായി പ്രദർശിപ്പിക്കുന്നു എന്നുള്ള വിമർശനം നിലനിൽക്കുമ്പോഴും അവർക്ക് അന്തസ്സോടെ ജീവിക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗവും ഇതാണ്. അവർ അവിടെ ചെയ്യുന്നത് പരസ്യമായി, നിയമപരമായി അവരുടെ താരമൂല്യം വിൽക്കുകയാണ്. അതിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് തങ്ങളുടെ ജീവിത ചെലവുകൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മാറ്റത്തിന്റെ ഈ കാലഘട്ടത്തിൽ നടിമാർക്ക് അവരുടെ ശരീരം ഒരു ഉപകരണമായി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും അത് അവരുടെ തിരഞ്ഞെടുപ്പാണ്. അവിടെ മറ്റാരുടെയും നിർബന്ധങ്ങളോ ചൂഷണങ്ങളോ ഇല്ലാതെ സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കുവാൻ അവർക്ക് കഴിയുന്നു. ഈ ഒരു സാഹചര്യത്തെ നമ്മൾ വിമർശന ബുദ്ധിയോടെ കാണുമ്പോൾ അതിജീവനത്തിനുള്ള അവരുടെ പോരാട്ടത്തെയും കൂടി കണക്കിലെടുക്കണം. ഇന്ന് നമ്മുടെ നായികമാർ, പ്രത്യേകിച്ച് യുവ നടിമാർ, വെറും കാഴ്ച വസ്തുക്കൾ മാത്രമല്ല, അവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന, കച്ചവട സാധ്യതകളെ തിരിച്ചറിയുന്ന, തങ്ങളുടെ താരമൂല്യം എവിടെ എങ്ങനെ വിൽക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ശക്തരായ വ്യക്തിത്വങ്ങളാണ്.